ഏവർക്കും സ്നേഹവന്ദനം. എന്നൊരു പ്രത്യേക വിഷയം ഒരല്പം ലക്തിയാണെങ്കിൽ പോലും നിങ്ങളുമായിട്ട് പങ്കിടണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ആകർഷണത്തിലേക്ക് എത്തിയായിട്ടുള്ള പലരും തങ്ങളുടെ ജീവിതത്തിന്റെ അർത്ഥവും സംതൃപ്തിയും കണ്ടെത്താനായിട്ട് വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. പിന്നീട് ആത്മനിയമവും ഉന്നത മൂല്യങ്ങളും ധർമ്മവും പിന്തുടർന്ന ഭക്ത ശ്രദ്ധയുള്ള ശിഷ്യന്മാരായിട്ട് മാറിയതായിട്ടും നാം ചരിത്രത്തിലൂടെ വായിച്ചിട്ടുണ്ട്. ഗുരുവിന്റെ ശിഷ്യന്മാരുടെയും അനുയായികളുടെയും സംഭാവനകൾ 20-ാം നൂറ്റാണ്ടിലെ കേരള നവോത്ഥാനത്തിൽ അതിമഹത്തായ കാര്യങ്ങളായിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ആ സംഭാവനകൾ ഇനിയും ആവശ്യത്തിന് പഠിക്കപ്പെട്ടിട്ടോ രേഖപ്പെടുത്തിയിട്ടോ ഇല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അത്തരം മുൻഗാമികളിൽ പ്രത്യേക ശ്രദ്ധേയനായ ഒരു വ്യക്തിത്വമാണ് സ്വാമി ധർമ്മതീർത്ഥർ. അഭിഭാഷകനായ സി പരമേശ്വര മേനോൻ BA LLB ശ്രീനാരായണ ഗുരുവിൽ നിന്ന് സന്യാസ ദീക്ഷ സ്വീകരിച്ചതിന് ശേഷം സ്വാമി ധർമ്മതീർത്ഥൻ ആയി മാറി. പിന്നീട് അദ്ദേഹം ക്രിസ്തു വിശ്വാസിയായി തീർന്നതോടുകൂടെ അദ്ദേഹം സ്വാമി ജോൺ ധർമ്മതീർത്ഥ മഹാജൻ എന്ന് അറിയപ്പെട്ടു. 1893 കേരളത്തിലെ തൃശൂർ ജില്ലയിൽ ഗുരുവായൂർ അടുത്തുള്ള ചാത്തനാട്ട് വീട്ടിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് പേര് അറിയുകയില്ല എങ്കിൽ പോലും കരുണാകര മേനോൻ എന്ന് പറയാറുണ്ട്. അഭിഭാഷകനായിരുന്നതോടൊപ്പം തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ ആജീവനാന്ത അനുയായിയുമായിരുന്നു. ഇതിലൂടെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഭാരതീയ ശാസ്ത്ര ഗ്രന്ഥങ്ങളും ശ്രീരാമകൃഷ്ണൻ, സ്വാമി വിവേകാനന്ദൻ, ആനി ബസന്റ് എന്നിവരുടെ ജീവിതവും പ്രവർത്തനങ്ങളും അറിയാനുള്ള അവസരം ഈ പരമേശ്വരന് ലഭിച്ചിരുന്നു. തൃശ്ശൂരിലെ CMS ഹൈസ്കൂളിൽ വിദ്യാഭ്യാസം ആരംഭിക്കുമ്പോൾ തന്നെയാണ് ക്രിസ്തുവിനെയും ക്രിസ്തു മാർഗത്തെയും കുറിച്ചുള്ള അറിവ് അദ്ദേഹത്തിന് ലഭിക്കാൻ ഇടയായിത്തീർന്നു. ഇത് അദ്ദേഹത്തിന്റെ ചിന്തകളും വിശ്വാസങ്ങളും രൂപപ്പെടുത്താൻ തക്കവണ്ണം സഹായിച്ചു എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിത പരിവർത്തനത്തിലും ഈ കാര്യങ്ങൾ സ്വാധീനിച്ചായിട്ട് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രശസ്തമായ മദ്രാസ് പ്രസിഡൻസി കോളേജിൽ നിന്നാണ് അദ്ദേഹം BA ബിരുദം നേടിയത്. കോളേജ് കാലത്ത് തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന നിരവധി പ്രസ്ഥാനങ്ങളുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുവാൻ അദ്ദേഹത്തിന് ഇടയായിത്തീർന്നു. ബിരുദം നേടിയ ശേഷം കൊച്ചിൻ സർക്കാരിന്റെ അഥവാ മഹാരാജാവിന്റെ ഓഫീസിലെ ഹെഡ് ക്ലർക്കായിട്ട് ജോലി നേടി. പക്ഷേ അധികം താമസിയാതെ തന്നെ കൊട്ടാരത്തിലെ ഭരണ സമുദായത്തിൽ അദ്ദേഹം ഒരു മിസ്ഫിറ്റ് ആയിട്ട് കാണപ്പെട്ടു. കാരണം അദ്ദേഹത്തിന്റെ പ്രത്യേക സ്വഭാവവും അപൂർവമായ വളർച്ചാ പരിസരവുമാണ് അതിന് കാരണമായിട്ടുള്ളത്. ഈ കാലയളവില് ബാല്യകാലം മുതൽ പരിചയമുണ്ടായിരുന്ന ഒരു യുവതിയെ കുടുംബങ്ങളുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി വിവാഹം ചെയ്യുവാൻ അദ്ദേഹത്തിനിടയായിത്തീർന്നു. കൊട്ടാരത്തിലെ ശമ്പളം വളരെ കുറവായിരുന്നതിനാൽ നല്ലൊരു ഭാവി നേടണമെന്ന് ആഗ്രഹിച്ച് അദ്ദേഹം അഭിഭാഷകനാകാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ മാതൃക നിയമത്തിൽ വിജയകരമായ കരിയർ പൂർത്തിയാക്കിയ പിതാവായിരുന്നു എന്നുള്ളതും കൂടെ നമ്മൾ അറിയണം. ഒരേ സമയം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പൊതുപ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിന്റെ പിതാവ് സജീവമായി പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് ചരിത്രരേഖകൾ. തുടർന്ന് ജീവിതോപാധിക്കായി അദ്ദേഹം മുംബൈയിലേക്ക് യാത്രയായി. അവിടെ വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തുകൊണ്ട് തന്നെ ഭാഗിക വിദ്യാർത്ഥിയായിട്ട് നിയമ കോളേജിൽ പഠനവും നടത്തി. അങ്ങനെ വ്യക്തിപരമായ കാരണങ്ങളാൽ ഈ സമയത്ത് അദ്ദേഹം തന്റെ ഭാര്യയെ വിവാഹമോചനം ചെയ്യുവാൻ ഇടയായിത്തീർന്നു. ബോംബെ സർവകലാശാലയിൽ നിന്ന് നിയമബിരുദം നേടിയ അദ്ദേഹം തൃശ്ശൂരിൽ അഭിഭാഷകനായിട്ട് തന്റെ ജീവിതം ആരംഭിക്കുകയും പൊതുപ്രവർത്തനങ്ങളിലും സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലും സജീവമായിട്ട് ഇടപെടുകയും ചെയ്തു. പൊതുയോഗങ്ങളിൽ ഏറെ ആവശ്യമായ വക്താവായിരുന്നു അദ്ദേഹം. ജാതി വ്യത്യാസങ്ങളോടുള്ള കടുത്ത വൈരാഗ്യം കാരണം മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ തീ പിടിപ്പിച്ചവയായിരുന്നു. കൂടാതെ അദ്ദേഹം സ്വയം ജാതി നിയമങ്ങൾ ലംഘിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്റ്റുഡൻസ് ഓൺ മാഗസിൻ എന്ന ഇംഗ്ലീഷ് മാസികയും സ്നേഹിതൻ എന്ന മലയാളം വാരികയും അദ്ദേഹം ആ കാലഘട്ടത്തിൽ സ്ഥിരമായി സംഭാവന ചെയ്തിരുന്ന പ്രസിദ്ധീകരണങ്ങളായിരുന്നു. കുറച്ചു കാലം കൊച്ചി നൈറ്റ്സ് എന്ന വാരികയുടെ എഡിറ്ററായിട്ടും സേവനം അനുഷ്ഠിച്ചു. കാലക്രമേണ ഉത്സാഹവും യുവത്വവും നിറഞ്ഞിരുന്ന അഭിഭാഷകൻ പരമേശ്വര മേനോൻ ആ കാലഘട്ടത്തിലെ ദീപസ്തംഭവും മഹാപ്രതിഭയുമായിരുന്ന ശ്രീനാരായണ ഗുരുവിന്റെ സ്വാധീനത്തിൽ. ഇതിന്റെ ഫലമായിട്ട് 1926 ഗുരുവിന്റെ 70ാം ജന്മദിനത്തിന് ശേഷമുള്ള ദിവസങ്ങളിൽ അദ്ദേഹം ശ്രീനാരായണ മതം എന്നൊരു പുസ്തകം എഴുതുവാൻ ഇടയായിത്തീർന്നു. അത് ആ കാലത്തെ പ്രശസ്തമായ പ്രസാധന സ്ഥാപനമായിരുന്ന മംഗളോദയം പ്രസിദ്ധീകരിക്കുകയും അഡ്വക്കേറ്റ് സി പരമേശ്വര മേനൻ BA LLB വടക്കാഞ്ചേരി കൊച്ചി സ്റ്റേറ്റ് എന്ന തന്റെ യഥാർത്ഥ പേരിലാണ് അത് പ്രസിദ്ധീകരിക്കപ്പെട്ടത്.
ഈ പുസ്തകം എഴുതാൻ അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചത് സ്വാമി ബോധാനന്ദനായിരുന്നു. പ്രസംഗധർമ്മത്തെ അദ്ദേഹം ശക്തമായിട്ട് എതിർക്കുകയുണ്ടായി. ഗുരുവിന്റെ പേരിൽ ഒരു മതം അല്ലെങ്കിൽ സമുദായം രൂപീകരിക്കാനുള്ള പ്രഖ്യാപനമായിരുന്നു അത്. എന്നാൽ ഗുരു ഇതിനോടകം തന്നെ ഒരു പതിറ്റാണ്ട് മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നത്, എനിക്ക് ഒരു ജാതിയോടും മതത്തോടും ബന്ധമില്ല. ഒരു പത്രവിജ്ഞാപനം വഴി ആ കാര്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. ഗുരുവിന്റെ നിരവധി രചനകളിൽ നിന്നും അദ്ദേഹം ജാതിയുടെയും മതത്തിന്റെയും അബദ്ധതകളെ കുറിച്ച് ഉറച്ച വിശ്വാസം പുലർത്തിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനാൽ തന്നെ ഈ പ്രസ്ഥാനം പൊതുധാരണയിൽ വലിയ സ്വാധീനം ചെലുത്തിയില്ല. പുസ്തകം ഒറ്റത്തവണ മാത്രമേ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളൂ. പിന്നീട് അദ്ദേഹം തന്റെ ആത്മകഥയിലും ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. സ്വധർമ്മബോധം നേടിയതോടെ അദ്ദേഹം അഭിഭാഷക ജീവിതം ഉപേക്ഷിച്ച് കൂടുതൽ അർത്ഥവത്തായ മാർഗങ്ങളിലേക്ക് തിരിയാൻ തക്കോണം തീരുമാനിച്ചു. 1926 ഗുരു വടക്കാഞ്ചേരിയിൽ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്കായിട്ട് എത്തിയപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് ഗുരുവിനെ നേരിൽ കണ്ടു. മാത്രമല്ല, അന്ന് രാത്രിയിൽ ഗുരുവിനെ തന്റെ ഭവനത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുവാൻ പരമേശ്വര മേനോൻ ഉത്സാഹം കാണിക്കുകയും അന്ന് രാത്രിയിൽ വിവിധ വിഷയങ്ങളുമായി ദീർഘമായിട്ട് ഗുരുവുമായിട്ട് അദ്ദേഹം ചർച്ച ചെയ്യുകയും ചെയ്തു. രാവിലെ മടങ്ങിപ്പോകുന്നതിന് മുമ്പായിട്ട് ഗുരു ഉള്ളിലെ അദ്ദേഹത്തിന്റെ ഉത്കടമായ വാഞ്ച മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങള് ശിവഗിരിയിലേക്ക് വരണമെന്ന്. അദ്ദേഹം ഉടൻ തന്നെ അഭിഭാഷക ഓഫീസ് പൂട്ടുവാൻ ഇടയായിത്തീർന്നു. ശിവഗിരിയിലേക്ക് പോയി. 1927 ഗുരു അദ്ദേഹത്തെ സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിച്ചു. അവിടെ വെച്ച് സ്വാമി ധർമ്മതീർത്ഥർ എന്ന നാമം നൽകുകയും ശിവഗിരി മഠത്തിലെ സ്ഥാപനങ്ങളുടെയും സ്വത്തുക്കളുടെയും മാനേജർ പദവി ഏൽപ്പിക്കുകയും ചെയ്തു. ഗുരുവിന് സമർപ്പിക്കപ്പെട്ട സ്വത്തുക്കൾ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും വ്യാപിച്ചു കിടന്നിരുന്നെങ്കിലും യഥാർത്ഥ രേഖകളൊന്നും തന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. നിയമജ്ഞാനവും അനുഭവവും ഉണ്ടായിരുന്നതിനാൽ ഈ സ്വാമി ജോൺ ധർമ്മതീർത്ഥ അവയുടെ ശരിയായ നടത്തിപ്പിനായി പല ഫലപ്രദമായ മാർഗങ്ങളും നടപ്പിലാക്കാൻ ഇടയായിത്തീർന്നു. മാത്രമല്ല, ധർമ്മം എന്ന വാരിക അദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. അത് ശിവഗിരി മഠത്തിന്റെ മുഖപത്രമായി പ്രവർത്തിക്കുകയും ഗുരുവിന്റെ ഉപദേശങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇന്ന് വളരെ പ്രസിദ്ധമായ ഗുരുവിന്റെ ഡിക്റ്റംസ് എന്ന ആ ആദ്യത്തെ പ്രസിദ്ധീകരണം ഇതിലൂടെയായിരുന്നു നടത്തപ്പെട്ടിരുന്നത്. കിടന്നിരുന്ന ഗുരുവിന്റെ കൃതികൾ ശേഖരിച്ച് പ്രസിദ്ധീകരിക്കുന്നതിലും അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചിരുന്നു. ഗുരു ജീവിതത്തിന്റെ അന്തിമഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സന്യാസി ശിഷ്യന്മാരുടെയും SNDP യോഗത്തിന്റെയും 1903 ഗുരുവിന്റെ മേൽനോട്ടത്തിൽ ആരംഭിച്ച ഒരു സാമൂഹിക പ്രസ്ഥാനമാണെന്നുള്ള നമുക്കറിയാം. അതിന്റെ ഇടയിൽ ഗുരുവിന്റെ സ്വത്തുക്കളുടെ അവകാശ പരമ്പരയെ കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ശക്തമാകുവാനിടയായി. യഥാർത്ഥ സന്യാസിയായി ഗുരു സന്യാസികളുടെ ഒരു പരമ്പര സ്ഥാപിക്കുകയും തന്റെ പരമ്പരാഗത അവകാശികളെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കണം. വ്യക്തമായ ദൂരദർശിത്വത്തോടെ അദ്ദേഹം തന്റെ ഇഷ്ടാനുസൃതമായ രേഖകളൊക്കെ തയ്യാറാക്കി രജിസ്റ്റർ ചെയ്യുകയും സ്വത്തുക്കളുടെ നിയമാവകാശം തന്റെ പരമ്പരാഗതി അല്ലെങ്കിൽ ലീനേജിലേക്ക് കൈമാറുകയും ചെയ്തു. എങ്കിലും ഇത്തരം ഒരു സംഘടനയ്ക്ക് നിയമപരമായ ചട്ടക്കൂട് നൽകാനുള്ള നിരവധി ശ്രമങ്ങൾ നടന്നിരുന്നു. അതിൽ വിജയം കണ്ടത് ഈ ധർമ്മതീർത്ഥ ആയിരുന്നു എന്നുള്ളത് മറന്നുപോകരുത്. അഭിഭാഷകന്റെ സൂക്ഷ്മ പരിചയം ഉപയോഗിച്ച് അദ്ദേഹം ഒരു ഭരണഘടന SNDPക്ക് വേണ്ടി തയ്യാറാക്കി. അതിന്റെ ഫലമായി ശ്രീനാരായണ ധർമ്മ സംഘം 1928 ജനുവരി 9 തൃശ്ശൂരിന് സമീപമുള്ള കുരക്കാഞ്ചേരിയിലെ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. 1928 സെപ്റ്റംബർ 20 ഗുരുദേവൻ മഹാസമാധി പ്രാപിക്കുകയുണ്ടായി. ലൗകികമായിട്ടുള്ള സമ്പത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ സന്യാസി ശിഷ്യന്മാരും അതേപോലെ തന്നെ SNDP യോഗവും തമ്മിലുണ്ടായ ഭിന്നാഭിപ്രായങ്ങൾ വിചിത്രമായ പരിമാണങ്ങളിലേക്ക് വളർന്നു. തുടർന്ന് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ശ്രീനാരായണ ധർമ്മസംഘം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ആയിട്ട് രൂപാന്തരപ്പെട്ടു എന്നുള്ളതും നമ്മളെ ചരിത്രത്തിലൂടെ വായിക്കുന്നു. ഈ സംഘടനയുടെ സ്ഥാപക അംഗമായ സ്വാമി ധർമ്മതീർത്ഥർ കേരളത്തിൽ അത് സ്ഥാപിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു എന്നുള്ളത് മറന്നുപോയത്. ഉണ്ടായിരുന്ന എല്ലാ തർക്കങ്ങളും സൗഹൃദപരമായി തീർപ്പാക്കുന്നതിലും അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചു. ജീവിതത്തിന്റെയും സംഘടനയുടെയും ഇത്തരം പ്രയാസകരമായ കാലഘട്ടത്തിൽ പോലും ഗുരുവിന്റെ ഉപദേശങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിൽ അദ്ദേഹം നിർവ്യാജനായിരുന്നു എന്നത് ഏറെ കൗതുകകരമാണ്. അതേസമയം അദ്ദേഹം എ പ്രോഫറ്റ് ഓഫ് പീസ്
or Srinarayana Gurudev of Malabar, the prophet of new order, Srinarayana Deva Mahatmya, കുമാരനാശാന്റെ ഗുരുസ്തംഭം സംബന്ധിച്ച വ്യാഖ്യാനം തുടങ്ങിയ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളും രചിച്ചു എന്നത് അതിശയകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ശിവഗിരി മഠത്തിൽ കലുഷിതമായ അന്തരീക്ഷം നിലനിന്നുകൊണ്ടിരുന്നതിനാൽ അവിടെ നടക്കുന്ന അനാചാരങ്ങളും അപൂർവവും അധാത്മികവുമായിട്ടുള്ള സംഭവങ്ങളും സ്വാമി ധർമ്മതീർത്ഥയെ വളരെയധികം വേദനിപ്പിച്ചു. ആശ്രമ പരിസരത്ത് ജാതിയുടെ പേരിൽ ഭീകരമായിട്ടുള്ള അനുഭവങ്ങളും സംഭവങ്ങളും പതിവായിട്ട് നടന്നത് അദ്ദേഹം കാണുകയുണ്ടായി. ഏറെ നിരാശനായ സ്വാമി ശിവഗിരി മഠം വിട്ട് ഗുരുദേവന്റെ ജന്മസ്ഥലമായ ചെമ്പഴന്തിയെ തന്റെ വാസസ്ഥലമായിട്ട് തെരഞ്ഞെടുത്തു. ഗുരുവിന്റെ സത്യസന്ധനും സമർപ്പിതനുമായ ശിഷ്യനായതിനാൽ സ്വാമി ധർമ്മതീർത്ഥ അവിടെ ഇരുന്ന് നിർജീവനായി കഴിയാൻ കഴിഞ്ഞിരുന്നില്ല. ചെമ്പഴന്തി കേന്ദ്രം സ്ഥാപിക്കുകയും സമീപ പ്രദേശങ്ങളിലെ പീഡിതരെ ഉയർത്തിപ്പിടിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകുകയും ചെയ്തു. ആ ദിവസങ്ങളില് സ്വാമി തീർത്ഥ ആനന്ദയോടൊപ്പം കഴിയാൻ അവസരം ലഭിച്ചിരുന്ന CR കേശവൻ വൈദ്യർ പിന്നീട് സ്വാമിയുടെ ആത്മകഥയുടെ ഉപോദ്ഘാതം എഴുതുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ നിരവധി സംഭവ വിവരങ്ങൾ ഓർത്തെടുത്തിട്ടുണ്ട്. സ്വാമി ധർമ്മതീർത്ഥ വ്യാപകമായി യാത്ര ചെയ്തും ഗുരുവിന്റെ ഉപദേശങ്ങളെ കുറിച്ച് പ്രസംഗിച്ചും കൊണ്ടിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആശയവിനിമയം കൂടുതൽ ഫലപ്രദമാകാൻ അദ്ദേഹം ഒരു പ്രത്യേക രീതിയിലുള്ള സ്ലൈഡ് പ്രദർശന ഉപകരണം വരെ വികസിപ്പിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1936 സ്വാമി ധർമ്മതീർത്ഥ ഗുരുദേവന്റെ ജന്മദിനം മഹത്തായ രീതിയിൽ ആഘോഷിച്ചു. ആ ആഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ ശോഭയാത്രയ്ക്കായിട്ട് അദ്ദേഹം പുലയ വർഗത്തിൽപ്പെട്ട ഒരു ചെണ്ടമേള സംഘത്തെ ക്ഷണിച്ചു. എന്നാൽ പ്രദേശത്തെ ഈഴവ നേതാക്കൾ അതിൽ പ്രകോപിതരാകുകയും അവരെ അപമാനകരമായിട്ട് അടിച്ച് ഓടിച്ചു വിടുകയും ചെയ്തു. അതിൽ വളരെയധികം വിഷമിച്ചതായിട്ടുള്ള സ്വാമി അവരെ എല്ലാവരെയും കൂടെ വിളിച്ച് അവരുടെ മുമ്പിൽ പ്രണാമം നടത്തുകയും അവരിൽ ചിലരുടെ കാലുകൾ കഴുകി ആ വെള്ളം കുടിക്കുകയും ചെയ്തതായിട്ട് ഞാൻ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. നോക്കി, ഇങ്ങനെയുള്ള അത്രമാത്രം മനുഷ്യനെ സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ ആ ദേശം വിട്ട്, ആ ചെമ്പഴന്തി വിട്ട് വേറൊരു സ്ഥലത്തേക്ക് അദ്ദേഹം പോകാനായിട്ട്, ഭിക്ഷാടകനായിട്ട് അദ്ദേഹം ജീവിതം ആരംഭിച്ചു. ലോക ജീവിതത്തിന്റെ നിലനിൽപ്പിനായി ദൈവകൃപയിൽ മാത്രം ആശ്രയിച്ച് തന്റെ വാക്കുകളിൽ തന്നെ ദൈവത്തിന്റെ അത്ഭുതകരമായ രക്ഷാനുഭവങ്ങൾ പലവിധം ഉണ്ടായിരുന്നുവെങ്കിലും മതത്തിൽ എനിക്ക് വിശ്വാസം നഷ്ടമായി എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഒരു സന്യാസിയായി ഞാൻ ജാതി ചിന്തകളെ ഒക്കെ വിട്ടുമാറിയിരുന്നു. പക്ഷേ ഞാൻ എവിടെയൊക്കെ പോയാലും ഏറ്റവും നികൃഷ്ടവും ക്രൂരമായ ജാതി വേർതിരിവുകളും വിലക്കുകളും പീഡനങ്ങളും കണ്ടു. ഞാൻ ക്ഷേത്രങ്ങളിൽ ഉറച്ച വിശ്വാസിയായിരുന്നു. പക്ഷേ എവിടെയൊക്കെ പോയാലും ക്ഷേത്രങ്ങളെ ചുറ്റിപ്പറ്റി ഭയാനകമായ അന്ധവിശ്വാസങ്ങളും ദോഷങ്ങളും ദുർവ്യസനങ്ങളും ചൂഷണങ്ങളും മാത്രം കണ്ടു എന്ന് അദ്ദേഹം പറയുകയാണ്. വിഗ്രഹാരാധനയെ ഞാനൊരു മഹത്തായ വഞ്ചനയും ശാപവും എന്ന നിലയിലാണ് വെറുക്കുവാൻ തുടങ്ങിയത് എന്ന് അദ്ദേഹം എഴുതി. മാസങ്ങളോളം അലഞ്ഞു തിരിഞ്ഞു നടന്ന ശേഷം അദ്ദേഹം ആന്ധ്രാപ്രദേശിലെ രാജമഹേന്ദ്രി, ഇന്നത്തെ രാജമുന്ദ്രിയിലെ എഡ്ല രാംദാസ് മഠത്തിൽ അഭയം കണ്ടെത്തി. അവിടെ അദ്ദേഹം ഹിന്ദു മതത്തിന്റെ പേരിൽ കണ്ടും അനുഭവിച്ചും വന്ന ദുരാചാരങ്ങളും ക്രൂരതകളെയും കുറിച്ച് ഗൗരവമുള്ള പഠനവും ആഴത്തുള്ള ധ്യാനവും നടത്താനുള്ള അവസരം പ്രയോജനപ്പെടുത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതാണ് പിന്നീട് അദ്ദേഹത്തിന്റെ മഹത്തായ കൃതിയായ ദ മെനേൻസ് ഓഫ് ഹിന്ദു ഇമ്പീരിയലിസം, ഹിന്ദു ദുഷ്പ്രബുദ്ധത എന്ന ആ ഗ്രന്ഥം എഴുതുവാൻ പ്രേരണയായിത്തീർന്നത്. ശാസ്ത്രജ്ഞന്റെ സൂക്ഷ്മതയോടും അന്വേഷക മനോഭാവത്തോടും കൂടി അദ്ദേഹം വിവിധ തരത്തിലുള്ള ദുഷ്പ്രവണതകളും ദോഷങ്ങളും എങ്ങനെ ഹിന്ദു മതത്തിലേക്ക് കയറി കൂടിയെന്നും അതെങ്ങനെ ബ്രാഹ്മണാധിപത്യത്തിന്റെ കീഴിൽ പൊതുജനങ്ങളെ ചൂഷണം ചെയ്യാനുള്ള ആയുധമായി മാറിയെന്നതിനെ വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുകയാണ് ആ കൃതിയിലൂടെ. അവസാന അധ്യായത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ ഉപദേശങ്ങൾ ഈ ദുരവസ്ഥയ്ക്ക് വിജയകരമായൊരു പ്രതിവിധിയായിട്ട് എങ്ങനെ പ്രയോഗിക്കാമെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഈ ഗ്രന്ഥം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം കൈയെഴുത്ത് പ്രതി കരുതിക്കൊണ്ട് വീണ്ടും തീർത്ഥയാത്ര തുടങ്ങി. ലാഹോറിലെത്തുവാനിടയായി. അവിടെ 1922 രൂപം കൊണ്ട ആര്യ സമാജത്തിന്റെ ഒരു തീവ്രവാദ വിഭാഗമായ ജാതി പാത്തോക് മണ്ഡൽ എന്ന് പറയുന്നതായിട്ടുള്ള ജാതി തകർച്ചാ സമിതി എന്ന ഹിന്ദു പരിഷ്കർത്തൃ സംഘടനയുമായിട്ട് അദ്ദേഹം ചേരുവാനിടയായി. 20-ാം നൂറ്റാണ്ടിലെ ഭാരതത്തിലെ സാമൂഹ്യ വിപ്ലവങ്ങൾക്ക് കാരണമായ സംഘടനകളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇത്. ദ മെനൻസ് ഓഫ് ഹിന്ദു ഇമ്പീരിയലിസം ആദ്യം പ്രസിദ്ധീകരിച്ചത് ഈ സംഘടന തന്നെയാണ്.
1941 അന്നത്തെ സെക്രട്ടറി ഹർ ഭഗവാൻ പ്രസാദ ഗ്രൂപ്പിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദ അഡ്വന്റ് ഓഫ് ശ്രീ സ്വാമി ധർമ്മ Tirtharji Maharaj to the Punjab was therefore a godsend to me. He came with all the qualifications, experience, wisdom and inspiration necessary for giving the lead. I at once placed my services at his disposal. ഈ ഗ്രന്ഥം സമകാലിക ബൗദ്ധികരെ ആകർഷിച്ചു. രണ്ടാം പതിപ്പും മണ്ഡൽ പ്രസിദ്ധീകരിച്ചു. ഡോക്ടർ B.R. അംബേദ്കർ ഇങ്ങനെ വിലയിരുത്തി: This book is written from a point of view which I appreciate very much. I am myself writing a book in which I have touched many of the points which I find are dealt with in this book. The book therefore was a very welcome thing to me. സ്വാമി ധർമ്മതീർത്ഥയുടെ പുസ്തകത്തിന്റെ ഡിജിറ്റൽ പതിപ്പ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. സ്വാതന്ത്ര്യ സമരാനന്തര സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളെ അനുസരിച്ച് അദ്ദേഹം പുസ്തകം പരിഷ്കരിക്കുവാനിടയായി. 3 അധ്യായങ്ങൾ ഒഴിവാക്കി പുസ്തകത്തിന്റെ പേര് ഹിസ്റ്ററി ഓഫ് ഹിന്ദു ഇമ്പീരിയൽസുമായിട്ട് മാറ്റി. 1969 തിരുവനന്തപുരം സ്വദേശിയും സുഹൃത്തുമായ N. ശാമുവേൽ BA ഈ കാര്യങ്ങൾ വീണ്ടും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നീട് 1992 ചെന്നൈയിലെ ദലിത് എഡ്യൂക്കേഷണൽ ലിറ്ററേച്ചർ സെന്റർ ഈ പുസ്തകം വീണ്ടും പ്രസിദ്ധീകരിക്കുവാനായിട്ട് സാധിച്ചു. 2004 മീഡിയ ഹൗസ് ന്യൂഡൽഹി നോ ഫ്രീഡം വിത്ത് കാസ്റ്റ് എന്ന പേരിൽ ഇത് പരിഷ്കരിച്ച പതിപ്പ് പുറത്തിറക്കി. ഡോക്ടർ KS ഭഗവാൻ ഇത് ഗുജറാത്തിലേക്ക് മറ്റൊരു പേരില് വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിക്കാൻ ഇടയായി. പഞ്ചാബിയും തെലുങ്കും ഭാഷകളിൽ ഇത് വിവർത്തനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. സ്വാമി ധർമ്മതീർത്ഥ തന്നെയാണ് മലയാളത്തിൽ ഹൈന്ദവ ദുഷ്പ്രഭുത്വ ചരിത്രം എന്ന പേരിൽ 1969 പരിഷ്കരിച്ച വിവർത്തനം ചെയ്തത്. ലാഹോറിൽ കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞ ശേഷം അദ്ദേഹം ഡൽഹിയിലേക്ക് മാറി. അവിടെ ഡോക്ടർ B.R. അംബേദ്കർ, ഹർ ഭഗവാൻ, സാന്ത്റാം, പോത്തൻ ജോസഫ്, രാം ഗോപാൽ, മൊഹന്ത തുടങ്ങിയ പ്രമുഖരുമായിട്ട് അദ്ദേഹം അടുത്ത ബന്ധം പുലർത്തി. അവരുടെ നേതൃത്വത്തിൽ ഹിന്ദു മിഷണറി സൊസൈറ്റി അദ്ദേഹം സ്ഥാപിച്ചു. ഭഗവത്ഗീതയുടെ സർവ്വസാധാരണമായ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായിട്ടായിരുന്നു ആ സ്ഥാപനം ആരംഭിച്ചത്. യോഗ ഫോർ ഓൾ എന്ന പേരിൽ അദ്ദേഹം ഭഗവത്ഗീത വ്യാഖ്യാനം രചിച്ചു. അതുപോലെ യോഗ ഓഫ് ദ ഹാപ്പി ഹോം, സീക്രട്ട് ഓഫ് ഹാപ്പി ഹോം ലൈഫ്, ന്യൂ ലൈറ്റ് ഓൺ ദ ഇന്ത്യൻ പ്രോബ്ലംസ്, എനിമീസ് ഓഫ് ഇന്ത്യൻ ഫ്രീഡം തുടങ്ങി പല ഗ്രന്ഥങ്ങളും ഇദ്ദേഹം രചിക്കുകയുണ്ടായി. ഇവ ഇപ്പോൾ അപൂർവമായ ശേഖരണ വസ്തുക്കളായിട്ട് കാണപ്പെടുകയാണ്. ഒരു അവസരത്തിൽ ഡോക്ടർ അംബേദ്കർ തന്റെ അനുയായികളോടൊപ്പം ഹിന്ദു മതത്തിലെ ദോഷങ്ങൾ ഒഴിവാക്കാൻ ഏത് മതം സ്വീകരിക്കാമെന്ന് ചോദിച്ചപ്പോൾ സ്വാമി ധർമ്മതീർത്ഥരുടെ നിർവിവാദമായിട്ടുള്ള മറുപടി ക്രിസ്തു മതമാണ് ഏറ്റവും അനുയോജ്യം എന്നായിരുന്നു. ഹിന്ദു മിഷണറി സൊസൈറ്റിയുടെ പ്രസിഡന്റും പ്രശസ്ത സ്വാമിയുമായിരുന്ന ഒരാളിൽ നിന്ന് ഇത്തരം ഒരു മറുപടി വന്നപ്പോൾ ഡോക്ടർ അംബേദ്കർ അത്ഭുതപ്പെട്ടു. അദ്ദേഹം 3 കാരണങ്ങൾ വിശദീകരിച്ചു എന്തുകൊണ്ട് ഒരാള് ക്രിസ്ത്യാനിയാകണം എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞതിന്റെ വിശദീകരണങ്ങൾ അതിലൊന്ന്, അത് അദ്ദേഹത്തിന്റെ ജനങ്ങളെ ജാതി വിഗ്രഹങ്ങൾ, പുരോഹിതന്മാർ എന്നിവയുടെ ദുഷ്പ്രഭാവത്തിൽ നിന്ന് പൂർണ്ണമായും മോചിപ്പിക്കും. 2, അവരുടെ ജീവിതത്തിൽ പുതുജീവൻ നൽകി ധീരരുമായും സ്വതന്ത്രരുമായും തീർക്കും എന്നുള്ള ആ രണ്ടാമത്തെ ഭാഗം. 3-മത്തത്, സ്കൂളുകൾ, ആശുപത്രികൾ, പള്ളികൾ തുടങ്ങിയവ സ്ഥാപിക്കുന്നതിനായി ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികളിൽ നിന്ന് വലിയ സഹായവും അതേപോലെ തന്നെ അവരുടെ കൈത്താങ്ങലും ലഭിക്കും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഡോക്ടർ അംബേദ്കർ അദ്ദേഹത്തിന്റെ ആശയങ്ങളിൽ ആഴത്തിൽ ആകർഷിതനായി. എന്നാൽ അനുയായികൾക്ക് അത്ര വലിയ ചുവടുവെപ്പിന് ആവശ്യമായ ധൈര്യം ലഭിക്കാത്തതിനാൽ പിന്നീട് അദ്ദേഹം ആയിരക്കണക്കിന് അനുയായികളോടൊപ്പം ഹിന്ദുമതം ത്യജിച്ച് ബുദ്ധമതം സ്വീകരിച്ചു എന്നുള്ളത് നമുക്കറിയാം. 1947 സ്വാമി ധർമ്മതീർത്ഥ കേരളത്തിലേക്ക് മടങ്ങി വന്നു. തന്റെ മുൻകാല വാസസ്ഥലമായ ചെമ്പഴന്തിയിലെത്തി താൻ മുമ്പ് ഏർപ്പെട്ടിരുന്ന പ്രവർത്തനങ്ങളിൽ മുഴുകി തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ ഒടുവിൽ തന്റെ ആഴത്തിലുള്ള വിശ്വാസങ്ങളുടെ തകർച്ച മൂലം ഒരു വിധത്തിലുള്ള ശൂന്യത തന്നെ ആകെ വിഴുങ്ങിയതുപോലെയായി. അനിവാര്യമായ സംഭവിക്കുന്നത് പോലെ അവൻ ദുഷ്പ്രവർത്തനങ്ങളിലേക്ക് വഴുതിപ്പോകുവാനുള്ള പ്രലോഭനത്തിനായി എന്ന് സ്വയമേ താൻ എഴുതുകയാണ്. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ പഴയ ചില സുഹൃത്തുക്കൾ ക്രിസ്ത്യാനികളായി തീർന്ന കാര്യം അദ്ദേഹം അറിയുവാനിടയായി തീർന്നു. അവർ നൽകിയ ആ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം അവരോടൊപ്പം തമിഴ്നാട്ടിലെ തിരുപ്പത്തൂരിലെ ക്രിസ്തു കുല ആശ്രമത്തിൽ ചില ദിവസങ്ങൾ ചെലവഴിക്കുവാനിടയായി. ആഴ്ചകളോളം നീണ്ടുനിന്ന ഗൗരവമായ ധ്യാനത്തിന്റെയും ആലോചനയുടെയും അവസാനമായി 1949 ഏപ്രിൽ അദ്ദേഹം CSI സഭയിൽ അംഗമായി തീരുവാൻ തക്കവണ്ണം സ്നാനം സ്വീകരിക്കുകയും അന്നു മുതൽ സ്വാമി ജോൺ ധർമ്മതീർത്ഥ
എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ഇതിനെ തുടർന്ന് 1949 ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റിൽ നിന്ന് ഔദ്യോഗികമായിട്ട് രാജിവെച്ചു. എങ്കിലും അദ്ദേഹം ഗുരുവിനെയും അദ്ദേഹത്തിന്റെ ജ്ഞാനോപദേശങ്ങളെയും അത്യന്തം ആദരവോടെ നിലനിർത്തുവാൻ ഇടയായിത്തീർന്നു. തന്റെ മുറിയിലെ ഭിത്തികളിലൊക്കെയും ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രങ്ങളാൽ അലങ്കരിച്ചിരുന്നതായിട്ട് പറയപ്പെടുന്നു. അതിനെക്കുറിച്ച് അദ്ദേഹം നൽകിയ അതിശയകരമായിട്ടുള്ള വിശദീകരണം ഇങ്ങനെയായിരുന്നു: ഞാൻ മാറിയത് ക്രിസ്തു വിശ്വാസത്തിലേക്കാണ്. ഞാൻ എന്റെ ശ്രീനാരായണ ഗുരുവിനെ അല്ല മാറ്റിയിരിക്കുന്നത്. ക്രൈസ്തവ ആശ്രമത്തിൽ അദ്ദേഹം ഏകദേശം 4 വർഷം ആഴത്തിലുള്ള പഠനത്തിലും പ്രാർത്ഥനയിലും കഴിച്ചു. തുടർന്ന് കേരളത്തിലും തമിഴ്നാട്ടിലും തുറന്ന സുവിശേഷ പ്രഘോഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. പിന്നീട് രചിച്ച ഹിന്ദുയിസം ആൻഡ് ക്രിസ്ത്യാനിറ്റി എന്ന കൃതിയിലും അതിന്റെ മലയാള പതിപ്പായ ഹിന്ദു മതവും ക്രിസ്തു മതവും എന്ന ഗ്രന്ഥത്തിലും ക്രിസ്തീയ വിശ്വാസം തന്റെ ജീവിതത്തെ എത്രത്തോളം സ്വാധീനിച്ചു, തന്റെ ഉള്ളിൽ എത്ര വലിയൊരു രൂപാന്തരം യേശു ക്രിസ്തുവിനാൽ സംഭവിച്ചു എന്നതിനെ കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ നാം കടമെടുത്താൽ, ബാല്യകാലം മുതൽ തന്നെ മതം എന്റെ ആസ്വാദ്യമായിരുന്നു. ഇന്നും അതുതന്നെയാണ് എന്റെ 74-ാം വയസ്സിലും. ഹിന്ദു മതത്തിൽ നിന്ന് ക്രിസ്തു മാർഗത്തിലേക്കുള്ള യാത്ര മനസ്സിന്റെയും ആത്മാവിന്റെയും ഒരു മന്ദഗതിയിലുള്ള സ്ഥിരമായ വളർച്ചയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതെന്റെ അന്തരാത്മാവിനെ കൊള്ളയടിക്കുന്ന തരത്തിലുള്ള ആകസ്മിക ആഘാതമോ വേർപെടലോ ഉണ്ടായിരുന്നില്ല. എന്നാൽ എന്റെ ബാഹ്യ ജീവിതം പഴയതുമായ നിരവധി കാഠിന്യമായ വേർപാടുകളുടെയും പുതിയ ജന്മങ്ങളുടെയും പരമ്പരയായിട്ട് മാറുകയുണ്ടായി. പുതിയ വീട്, പുതിയ മാർഗം, പുതിയ തൊഴിൽ, പുതിയ ദേശം, പുതിയ സാഹസികതയും പരീക്ഷണവും, പുതിയ ജീവിത രീതിയും, പുതിയ പോരാട്ടവും, ഒടുവിൽ ജീവന്റെ കർത്താവിനോടുള്ള പുതിയ കീഴടങ്ങലും. ഈ നീണ്ടും കഠിനവുമായ തീർത്ഥയാത്രയിൽ എന്റെ ഒരേ ഒരു വലിയ ആഗ്രഹം ഹിന്ദുക്കളെ മോചിപ്പിക്കുക എന്നായിരുന്നു. 1949 വരെ ഞാനൊരു ഹിന്ദു മിഷണറി ആയിരുന്നു. ഇന്ന് ഞാൻ ഹിന്ദുക്കളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്രിസ്തീയ മിഷണറിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിരുന്നാലും വിചിത്രമായി ജാതിയുടെയും മതത്തിന്റെയും അർത്ഥശൂന്യത തിരിച്ചറിഞ്ഞ് ലോകബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച ഒരു സന്യാസി എങ്ങനെ ഒരു പ്രത്യേക മതത്തിലേക്ക് മാറി എന്നുള്ളതിനെ കുറിച്ച് എവിടെയും അദ്ദേഹം ഒന്നും തന്നെ സൂചിപ്പിച്ചിട്ടില്ല. ക്രിസ്തുവിന്റെ സംഭാവന, സ്വതന്ത്ര ഇന്ത്യക്ക്, ചോയ്സ് ബിഫോർ ഇന്ത്യ, യോഗ ഓഫ് ക്രൈസ്റ്റ്, എല്ലാ മതങ്ങളും ഒരുപോലെയാണോ? ക്രൈസ്തവ സർവോദയം, സ്വതന്ത്ര ഇന്ത്യ എങ്ങോട്ട്, ജനാധിപത്യം വിജയിക്കണമെങ്കിൽ മാതൃഹൃദയം തുടങ്ങിയ ഇംഗ്ലീഷിലും മലയാളത്തിലും അദ്ദേഹം രചിച്ച നിരവധി പ്രസംഗങ്ങളും പുസ്തകങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഹിന്ദുയിസം ആൻഡ് ക്രിസ്ത്യാനിറ്റി, റിലീജിയൻ ഓഫ് ഫ്രീ പീപ്പിൾ എന്നിവയിൽ അദ്ദേഹത്തിന്റെ ആത്മകഥാപരമായ ചില കുറിപ്പുകളും 2 മതങ്ങളെയും കുറിച്ചുള്ള അന്തർധ്യാനങ്ങളും അടങ്ങിയിരിക്കുന്നു. ഈ പുസ്തകങ്ങളിൽ ഭൂരിഭാഗവും തിരുവനന്തപുരത്തെ എൻ ശാമുവൽ BA പ്രസിദ്ധീകരിക്കുകയും LMS ബുക്ക് ഡിപ്പോയില് ഇന്ന് അവൈലബിളുമാണ്. ആശ്ചര്യകരമായിട്ട് സ്വാമി ധർമ്മതീർത്ഥയുടെ ഏതൊരു കൃതിക്കും കോപ്പിറൈറ്റ് ഇല്ല എന്നുള്ളതാണ്. ആർക്ക് താല്പര്യമുണ്ടെങ്കിലും അത് പ്രിന്റ് ചെയ്യുവാനും വിതരണം ചെയ്യുവാനും തക്കവണ്ണം അദ്ദേഹം അനുവാദം നൽകിക്കൊണ്ട് അത് പ്രിന്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം. ആത്മകഥയായിട്ടുള്ള അദ്ദേഹത്തിന്റെ 1887 പ്രസിദ്ധീകരിച്ചിട്ടുള്ള മനോഹരമായ ഒരു പുസ്തകമുണ്ട്. പ്രസാധകൻ CR കേശവൻ വൈദ്യർ വളരെ മുമ്പേ തന്നെ അതിന്റെ കൈയെഴുത്ത് പകർപ്പ് കൈവശം വെച്ചിരുന്നു. ഈ ആത്മകഥയിൽ അദ്ദേഹം തന്റെ ജീവിതത്തിലെ നിരവധി സംഭവങ്ങളെ കുറിച്ച് സത്യസന്ധമായി വിവരിച്ചിട്ടുണ്ടെങ്കിലും ഒരു യഥാർത്ഥ സന്യാസിയുടെ വിവേകവും മൗനവും പാലിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ധർമ്മ സംഘത്തിന്റെ രൂപീകരണത്തിൽ അദ്ദേഹം വഹിച്ചു നിന്ന പങ്ക്, ഗുരുദേവന്റെ ആസ്തി അവകാശങ്ങളെ ചുറ്റിപ്പറ്റിയുണ്ടായ വിചിത്ര സംഭവങ്ങൾ, ചെമ്പഴന്തിയിലെ ചെണ്ടക്കാരന്റെ സംഭവം പോലുള്ള ജീവിതത്തിലെ നിർണായക വഴിത്തിരിവുകൾ എന്നിവയെ കുറിച്ച് അദ്ദേഹം നിശബ്ദനായിരുന്നു എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയും. ഇവയെക്കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കുന്നത് പ്രസാധകനായ വൈദ്യർ എഴുതിയതായിട്ടുള്ള അവതാരികയിലൂടെയാണ്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ശ്രീനാരായണ ധർമ്മ തീർത്ഥയുടെ മറ്റൊരു അതുല്യ കൃതി എ പ്രോഫറ്റ് ഓഫ് പീസ് ഓർ ശ്രീനാരായണ ഗുരു ഓഫ് മലബാർ എന്നതാണ്. ഇത് ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്ര പഠനമാണ്. 1920കളുടെ അവസാനത്തിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും അദ്ദേഹം ഈ പുസ്തകം രചിച്ചു. രചയിതാവിന്റെ കുറിപ്പിൽ അദ്ദേഹം വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇത് ഒരു സംഭവ ജീവചരിത്രമല്ല,
ആശയങ്ങളുടെയും ആദർശങ്ങളുടെയും ജീവചരിത്രമാണ്. പഠനം നിർബന്ധമായും സംഭവങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തേണ്ടതാണ്. ആശയങ്ങളും ആദർശങ്ങളും ഗുരുവിന്റെ വചനങ്ങളിലും കൃതികളിലും അന്വേഷിക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ ദൗത്യവും സന്ദേശവും മനസ്സിലാക്കുന്നതിന് ആവശ്യമായ യാത്ര മാത്രം ഇവിടെ ഉൾപ്പെടും. ആദ്യ അധ്യായത്തിൽ അദ്ദേഹം പറയുന്നു, ഗുരുദേവനെ ഒരു നവോത്ഥാനകാരകൻ, ഒരു സമുദായത്തിന്റെ മതനേതാവ്, മഹാപണ്ഡിതൻ, പ്രതിഭ അല്ലെങ്കിൽ നിരവധി സ്ഥാപനങ്ങളുടെ സ്ഥാപകൻ എന്ന നിലയിൽ മാത്രം കാണുന്നത് നമ്മുടെ കാഴ്ചപ്പാടിനെ ചുരുക്കുകയും മഹത്തായ സത്യത്തെ മങ്ങിക്കുകയും ചെയ്യും എന്നാണ്. ഇത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഇംഗ്ലീഷിൽ എഴുതപ്പെട്ട ആദ്യ ജീവചരിത്ര പഠനം കൂടിയാണ്. 1933 അദ്ദേഹം തന്നെ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. 2004 മുംബൈയിലെ ശ്രീനാരായണ മന്ദിര സമിതി പുസ്തകത്തിന്റെ പുതിയ പതിപ്പ് പുറത്തുവിട്ടു. ഇതിന്റെ ഡിജിറ്റൽ പതിപ്പും നമുക്കിന്ന് അവൈലബിൾ ആണ്. ഞാൻ ഇതൊക്കെയും പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഈ ധർമ്മതീർത്ഥ എന്ന് പറയുന്ന സ്വാമിജി തന്റെ ജീവിതത്തിന്റെ രക്ഷകനായിട്ട് യേശു ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ കാരണം, യേശു കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും, ഞാൻ മുഖാന്തരമല്ലാതെ ആരും മോക്ഷത്തിൽ പ്രവേശിക്കുന്നില്ല. അപ്പൊ മോക്ഷത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുവാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയൂ എന്നുള്ള ഇത്ര സമർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതായിട്ടുള്ള സ്വാമി ധർമ്മതീർത്ഥ മഹാജന് സാധിച്ചു എങ്കിൽ അതിന്റെ കാരണം മറ്റൊരു രക്ഷിതാവും ലോകത്തിലില്ല എന്നുള്ളതാണ്. നവോത്ഥാനകർത്താക്കൾ ഉണ്ടാകും, ഒരുപാട് ഗുരുക്കന്മാരുണ്ടാകും, എന്നാൽ യഥാർത്ഥത്തിലുള്ള സത്യദൈവമായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ മനുഷ്യവർഗത്തിന് രക്ഷയുള്ളൂ എന്ന് സ്വാമി ധർമ്മതീർത്ഥ മഹാജൻ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ശ്രീനാരായണ ഗുരുജി ഒരു മതത്തിന്റെ വാക്താവായിരുന്നില്ല. അദ്ദേഹം ഒരിക്കൽ പോലും ഒരു സമുദായത്തിന്റെ വാക്താവുമായിരുന്നില്ല. ഇന്ന് അദ്ദേഹത്തെ ഹിന്ദു ആയിട്ടൊക്കെ പലരും ചിത്രീകരിക്കുന്നുണ്ട്. അദ്ദേഹം ഒരിക്കലും ഒരു ഹിന്ദു ആയിരുന്നില്ല എന്നുള്ളത് ചരിത്രത്തിന്റെ താളുകൾ കൃത്യമായി വായിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം ഈഴവരുടെ രക്ഷകനുമായിരുന്നില്ല. അദ്ദേഹം ഒരു നവോത്ഥാനകർത്താവ് മാത്രമായിരുന്നെങ്കിൽ രക്ഷകനായിട്ടുള്ളത് യേശു ക്രിസ്തു ആണെന്നാണ് സ്വാമി ധർമ്മതീർത്ഥ മഹാജൻ പറയുന്നത്. നമുക്ക് അത് വിശ്വസിക്കാം. നിങ്ങളെ ഓരോരുത്തരെയും ഈ രക്ഷിതാവിനെ കണ്ടുമുട്ടുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട്, ഇത് അല്പം നീണ്ടുപോയെങ്കിലും നിങ്ങളിത് കേൾക്കുകയും നിങ്ങളിത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം തേക്കടലച്ചൻ.